ഞാനൊരു സ്റ്റോറിയിലാണ് തുടങ്ങുന്നത്. ഒ ഹെൻറി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ. ഒ ഹെൻറിയുടെ ഒരു കഥയുണ്ട്, ജിമ്മിൻ്റെയും ഡെല്ലിൻ്റെയും കഥ. നമ്മളൊക്കെ സ്കൂളിൽ ചിലപ്പോൾ വായിച്ചു കാണും. ആ കഥയുടെ പേര് ഗിഫ്റ്റ് ഓഫ് മാഗി എന്നാണ്. ക്രിസ്മസ് കാലത്ത് വളരെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന ജിമ്മിനും ഡെല്ലയ്ക്കും പരസ്പരം ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കണം എന്നാഗ്രഹിച്ചു. ജിമ്മിൻ്റെ വാച്ച് വിറ്റ് ഡെല്ലയുടെ മുടിക്ക് പറ്റിയ ഒരു നല്ലൊരു കോമ്പ് മേടിച്ചു. ഡെല്ലയുടെ മുടി മുറിച്ച് ജിമ്മിൻ്റെ വാച്ചിന് പറ്റിയൊരു സ്ട്രാപ്പ് മേടിച്ചു. ക്രിസ്മസ് ദിവസം ഇവർ ഗിഫ്റ്റ് കൈമാറാൻ വന്നപ്പോൾ ഡെല്ലയുടെ ഗിഫ്റ്റ് ജിമ്മിനും ഉപകാരപ്പെട്ടില്ല, ജിമ്മിൻ്റെ ഗിഫ്റ്റ് ഡെല്ലയ്ക്കും ഉപകാരപ്പെട്ടില്ല. പക്ഷേ കഥാകാരൻ പറഞ്ഞു വയ്ക്കുന്നത് അവരുടെ ത്യാഗം നിറഞ്ഞ സ്നേഹത്തെക്കുറിച്ചായിരുന്നു. നമ്മുടെ ക്രിസ്തീയ കുടുംബത്തിലുണ്ടാകേണ്ട ത്യാഗം നിറഞ്ഞ സ്നേഹം. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം 5-ാം തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്: യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. നമുക്കൊന്ന് ഒരുമിച്ച് പറയാം. യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. നമുക്ക് ആ ബോധ്യമില്ലെങ്കിൽ പൗലോസ്ലീഹ പറയുന്നത് നമ്മൾ ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പരീക്ഷയിൽ പരാജയപ്പെട്ടു. നമ്മുടെ കുടുംബത്തിൽ യേശു ക്രിസ്തു എന്ന മൂന്നാമത്തെ വ്യക്തി, ഭാര്യ ഭർത്താവ്, അങ്ങനെയാണല്ലോ ഫോർമേഷൻ. ആ ഭാര്യ ഭർത്താവ് കഴിഞ്ഞ് യേശു ക്രിസ്തു എന്ന മൂന്നാമത്തെ വ്യക്തി ഇല്ലെങ്കിൽ നമ്മൾ ക്രിസ്തീയ കുടുംബജീവിതത്തിൽ പരാജയപ്പെട്ടു. ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ കുടുംബത്തെ പറയുന്നത് ഗാർഹിക സഭ എന്നാണ്. ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ ഗാർഹിക സഭ കുടുംബത്തെ കുറിച്ച് പറയുന്നത്, വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിലുള്ള വിശ്വാസം, പരസ്പര സ്നേഹം, ത്യാഗജീവിതം. ഇത് മൂന്നുമാണ് ഒരു കുടുംബത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. എന്തൊക്കെയാണത്? ദൈവത്തിലുള്ള വിശ്വാസം, പരസ്പര സ്നേഹം, ത്യാഗജീവിതം. വിശ്വാസം, സ്നേഹം, ത്യാഗം. നമുക്കറിയാം, നമ്മുടെ അപ്പന്മാരും അതിനു മുൻപുള്ള തലമുറയും അവരുടെ കുടുംബജീവിതം നോക്കിയാൽ ഇത് മൂന്നുമേ അവർക്ക് ഉണ്ടായിരിക്കുള്ളൂ: വിശ്വാസം, ത്യാഗം, സ്നേഹം. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ കുടുംബമായി നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് ഈ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ, അവരുടെ വിശ്വാസ ജീവിതം, അവരുടെ ആ ത്യാഗം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ കുടുംബജീവിതമാണ് നമ്മളെ ഓരോരുത്തരെയും ഈ ഒരു നിലയിൽ, ഈ ഒരു വേദിയിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ ക്രിസ്തീയ കുടുംബജീവിതം നയിക്കാൻ നമ്മളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കിയത്. ഹല്ലേലൂയ. കുടുംബത്തിൽ ഈ ഒരു 3 വിശ്വാസ സത്യങ്ങളില്ലെങ്കിൽ സകല തിന്മകളും കടന്നു വരും. 1 കൊറിന്തോസ് 13-ാം അധ്യായം 13-ാമത്തെ വചനം നമുക്കെല്ലാം അറിയാം. വിശ്വാസം, സ്നേഹം, പ്രത്യാശ, ഇവ 3 നിലനിൽക്കുന്നു, എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. ഈ ഒരു അടിസ്ഥാനത്തിൽ ആണ് നമ്മുടെ കുടുംബജീവിതം പണിതുയർത്തപ്പെടേണ്ടത്. ഗലാത്യ 5:6 വചനപ്രകാരം പറയുന്നു: സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. അതൊന്ന് നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം. ഗലാത്യ 5:6, സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. നമുക്ക് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ അത് പ്രവൃത്തിയിൽ വരുമ്പോഴാണ് വിശ്വാസമാകുന്നത്, വിശ്വാസ ജീവിതമാകുന്നത്. പലപ്പോഴും നമ്മുടെ എല്ലാം ഏറ്റുപറച്ചിൽ, നമ്മുടെ സംസാരം മാത്രമായി പോകുന്നു, പ്രവൃത്തിയിലൊന്നും വരുന്നില്ല. പ്രവൃത്തിയിൽ വരാത്തത് കൊണ്ടാണ് നമ്മുടെ കുടുംബജീവിതങ്ങൾ പകുതി വഴിക്ക് വെച്ച്
നമുക്ക് ചുറ്റും കാണാം നിന്നു പോകുന്നത്. അപ്പം ഗലാത്തി 5:6 പറയുന്ന പരിശുദ്ധ അമ്മയുടെ ജീവിതം അങ്ങനെയുള്ള ഒരു ജീവിതമായിരുന്നു. സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസം. വിശുദ്ധ ഔസേപ്പ് പിതാവും നമുക്കത് തന്നെയാണ് കുടുംബജീവിതത്തിൽ കാണിച്ചു തരുന്നത്. 1 കൊറിന്തോസ് 13-7 വചനം നമ്മെ പഠിപ്പിക്കുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. നമുക്കതൊന്ന് ഏറ്റുപറയാം. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. ഈ ഒരു അവസരത്തിൽ എനിക്ക് എൻ്റെ തന്നെ ജീവിതമാണ് ടെസ്റ്റിമണിയായിട്ട് പറയാനുള്ളത്. 2001 വിവാഹം കഴിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് 2 കാര്യങ്ങൾ മാത്രമാണ്. മദ്യപാനമില്ലാത്ത ഒരു വ്യക്തിയായിരിക്കണം, ദൈവഭയമുള്ള ഒരു വ്യക്തിയായിരിക്കണം. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-8 കർത്താവ് അരുളി ചെയ്യുന്നു, എന്നാൽ എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയും അല്ല. കർത്താവിൻ്റെ പദ്ധതി വേറെയായിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചതും വേറെയായിരുന്നു. നമുക്കൊക്കെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു അവസ്ഥ ചിലപ്പോൾ കടന്നു പോയിരിക്കാം, ചിലപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കാം. ഒന്ന് വിശ്വസിക്കുക, ഒന്ന് മാത്രം വിശ്വസിക്കുക. കർത്താവിൻ്റെ ചിന്തകൾ നമ്മുടെ ചിന്തകൾ പോലെയല്ല, കർത്താവിൻ്റെ വഴികൾ നമ്മുടെ വഴികൾ പോലെയും അല്ല. അപ്പോൾ വിശ്വസിക്കുക. എല്ലാം അറിയുന്ന കർത്താവ്, സങ്കീർത്തനം 139 പറയുന്ന അതിൻ്റെ ഹെഡിങ് എല്ലാം അറിയുന്ന കർത്താവ് എന്നാണ്. ആ എല്ലാം അറിയുന്ന കർത്താവിന് ജെറമിയ 1:5 പറയുന്നു, മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ നിന്നെ ഞാൻ അറിഞ്ഞു. കർത്താവിനറിയാം നമ്മെക്കുറിച്ചുള്ള പദ്ധതി. അപ്പം ഞാൻ പ്രാർത്ഥിച്ചതിന് നേരെ വിപരീതമായ ഒരു വ്യക്തിയാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ ചോദിച്ചു, നേരിട്ട് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, മദ്യപിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ വിശ്വാസത്തിൻ്റെ കാര്യം ഞാൻ അതങ്ങനെ എടുത്തു ചോദിച്ചില്ല. പക്ഷേ 2ാമത്തെ ദിവസം തന്നെ മനസ്സിലായി, ഈ വ്യക്തി പൂർണ്ണമായും മദ്യപാനത്തിന് അടിമയാണ്. 14 വയസ്സ് തൊട്ട് മദ്യപിച്ചു തുടങ്ങിയതാണ്. അപ്പം അത് ആദ്യത്തെ ദിവസം നമ്മുടെ വീട്ടിലേക്ക് വരുമ്പം ഈ വ്യക്തിനെ, സുനിലിനെ, എൻ്റെ ജീവിത പങ്കാളിയെ കൂട്ടുകാര് മദ്യപിച്ച് ബോധം കെട്ട രീതിയിലാണ് എടുത്തുകൊണ്ടുവന്ന് കെടുത്തിയത്. അന്നാണ് ഞാൻ ആദ്യമായിട്ടൊരു മദ്യപാനിയെ അടുത്ത് വെച്ച് കാണുന്നത്. റോട്ടിലൂടെ പോകുമ്പോഴൊക്കെ മദ്യപാനിയെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു മദ്യപാനിയെ കാണുന്നത് ആദ്യമായിട്ടാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഇപ്പോഴേ ഞാൻ പറയാം, ഇന്ന് ആ വ്യക്തി ഈശോയ്ക്ക് വേണ്ടി പൂർണ്ണമായും ജീവിക്കുന്ന വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം അവിടെ നിന്ന് തുടങ്ങിയ ജീവിതയാത്ര 16 വർഷം നീണ്ടു നിന്നു. പക്ഷേ ജെറമിയ 29:11 വചനം പറയുന്നുണ്ട്, കർത്താവ് അരുളി ചെയ്യുന്നു, നമുക്കെല്ലാം അറിയാവുന്ന വചനാണ്, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. കല്യാണം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ ഞാൻ USA പോയി. പക്ഷെ ഞാൻ അനുഭവിക്കാൻ പോകുന്നത് അറിയാതെയാണ്. പരിശുദ്ധ അമ്മയുടെ ഒരവസ്ഥ പോലെ ഒന്നും യെസ് ലോർഡ് എന്ന് പറയുമ്പോൾ എന്താണ് മുന്നിലുള്ള എന്നറിയില്ലായിരുന്നു. പക്ഷെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ആ ഒരു രൂക്ഷത മനസ്സിലായത്. സുനിൽ, എൻ്റെ ജീവിത പങ്കാളിക്ക് വിശ്വാസമില്ലായിരുന്നു, പ്രാർത്ഥിക്കില്ല, ഏത് വിശ്വാസം വേണമെങ്കിലും ഫോളോ ചെയ്യും. ആള് ശബരിമലയിലേക്ക് പോയിട്ടുണ്ട്. ആള് ഒരു മുസ്ലിം സൂഫിയുടെ അടുത്ത് പോയി ഒരു മോതിരമൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച്, അങ്ങനെ ഒരു വിശ്വാസവുമില്ല, പ്രത്യേകിച്ച് ഒരു വിശ്വാസവും. ഏത് വിശ്വാസം, പക്ഷേ ക്രിസ്ത്യൻ ഫെയ്ത്ത് ഫോളോ ചെയ്യുന്നുമില്ല. ആൾക്ക് US ചെന്നിട്ട് കഴിഞ്ഞതിന് ശേഷം ആള് ബിസിനസ് തുടങ്ങി.
കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് മേഖലയിലേക്ക് കടന്നു. ഒത്തിരി പൈസ ഉണ്ടായി. അപ്പം അതിനോടൊപ്പം വചനത്തിൽ പറയുന്നുണ്ട്, പണം വരുന്നതിനോടൊപ്പം തിന്മയും കയറി വരും. അപ്പം ഒത്തിരി കൂട്ടുകാരായി, മദ്യപാനം അതിൻ്റെ ഏറ്റവും ടോപ്പിലായി. ക്ലബിൽ പോവും, രാത്രി ഏറെ വൈകി വരും. അതിന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. പിന്നെ ഒരുപാട് ദിവസം ടൂറ് പോവും. അതിനൊന്നും മറുപടിയില്ല നമുക്ക്. വിശ്വാസമില്ല. അപ്പം എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വിശ്വാസമില്ല. കുടുംബമായി സപ്പോർട്ട് ചെയ്യാൻ കുടുംബമില്ല. കുടുംബ ജീവിതത്തിൽ ആരും സപ്പോർട്ട് ചെയ്യാനില്ല. ആകെ ഒറ്റപ്പെട്ട അവസ്ഥ. പക്ഷേ ആ അവസ്ഥയിലും എൻ്റെ കൂടെ ഒപ്പം ഒരാൾ നടന്നിരുന്നു, എൻ്റെ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഈശോയുടെ ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു സഹായം എന്നെ 17 വർഷം നടത്തി. സുനിലിന് മദ്യപിച്ചോടിച്ച് ഡ്രങ്ക് ആൻഡ് ഡ്രൈവിങ്ങിന് അവിടെ ജയിലിലാകേണ്ടി വന്നു. ജയിലിൽ നിന്ന് ഇറക്കേണ്ടി വന്നു. ഇവിടേക്ക് അപ്പം ആൾക്ക് ഇതിനോടകം നാട്ടില് 3 ബാറ് ആള് പണിതു. 4 സ്റ്റാർ ഹോട്ടലും ബാറും. ഷിക്കാഗോയിൽ ഞങ്ങൾക്കൊരു ബാറുണ്ടായിരുന്നു. അപ്പം ആള് വരുമ്പോൾ പെട്ടിയിലൊക്കെ മദ്യത്തിൻ്റെ വലിയ വലിയ കുപ്പികളാണ് പാക്ക് ചെയ്ത് കൊണ്ടിരുന്നത്. ആ വ്യക്തി ഇന്ന് ബൈബിളാണ് കൊണ്ടുവന്നത്. പ്രൈസ് ദി ലോർഡ്. യേശുവിന് മഹത്വം. ഹല്ലേലൂയ. അപ്പം എനിക്ക് ഓർമ്മയുണ്ട്, എന്നോട് പെട്ടി പാക്ക് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ മദ്യക്കുപ്പികളാണ് പാക്ക് ചെയ്യാറ്. അപ്പം അങ്ങനെ കുടിച്ച് അപ്പം ഞാൻ ജോലിക്ക് പോകുമ്പം ആൾ ഗാരേജിലിരുന്ന് കുടിക്കും. അത് ഒരു അഡിക്ഷനായി മാറി. അത് ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറി. ഈ സമയത്തെല്ലാം എൻ്റെ വിശ്വാസം ഞാൻ കാത്തു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എന്താണ് ചെയ്തതെന്ന് ഞാൻ ആലോചിച്ചു. എൻ്റെ വിശ്വാസം ഞാൻ കാത്തു. ആ സാഹചര്യം, ആ ബുദ്ധിമുട്ടേറിയ ആ സാഹചര്യത്തെ ഞാൻ സ്വീകരിച്ചു. ആ വ്യക്തിനെ ഞാൻ സ്നേഹിച്ചു. എനിക്ക് സുനിലിനെ ഡേ 1 തൊട്ട് ഈ നിമിഷം വരെയും സ്നേഹമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആ സാഹചര്യത്തെ വെറുക്കും. നമ്മളാകെ മിസറബിളാവും. നമ്മൾ ആ സാഹചര്യം തന്ന വ്യക്തിയെ വെറുക്കും. അതിനു പകരം ക്രിസ്തീയ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് ആ സാഹചര്യത്തെ സ്വീകരിക്കുക, ആ സാഹചര്യത്തെ അല്ലെങ്കിൽ ആ വ്യക്തിനെ കർത്താവിന് സമർപ്പിക്കുക. കാരണം എനിക്ക് ഏറ്റവും വലിയ ആശ്രയവും സഹായവുമായി മാറിയത് വിശുദ്ധ കുർബാനയും അഡോറേഷനുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഓരോ തവണയും സുനിൽ കുടിച്ചു വരുമ്പോൾ ഞാൻ വഴക്കിടാൻ പോവാറില്ല. അതുപോലെ തന്നെ സുനിലിൻ്റെ അവസ്ഥയെ എൻ്റെ അപ്പനും അമ്മയും എൻ്റെ താഴെയുള്ള സഹോദരങ്ങളും അല്ലാതെ വേറെ ആരോടും പറയാനോ ഷെയർ ചെയ്യാനോ പോയിട്ടില്ല. നമ്മളെല്ലാം ചിന്തിച്ചു നോക്കണം. നമുക്ക് ജീവിതത്തിൽ ഇങ്ങനത്തെ അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ എത്രമാത്രം നമ്മുടെ ജീവിത പങ്കാളിയെ പറ്റി മറ്റുള്ളവരോട് പറഞ്ഞിട്ട് കാണും. ചിന്തിക്കുക. മനുഷ്യരോട് പറയുന്നതിനേക്കാളും ഏറ്റവും നല്ലത് എന്താണ്? ഈശോയോട് പറയുന്നതാ. ഈശോയുടെ മുന്നിൽ എല്ലാം പങ്കുവച്ചാൽ കർത്താവാണ് എല്ലാം നിയന്ത്രിക്കുന്നത്, മനുഷ്യരല്ല. അപ്പം എനിക്ക് അത് കാരണം കൊണ്ട് സുനിലിൻ്റെ ഈ അവസ്ഥ വേറൊരാൾ അറിഞ്ഞില്ല. ഞാൻ കടന്നുപോയ അവസ്ഥ എൻ്റെ കുടുംബമല്ലാതെ വേറൊരാൾ അറിഞ്ഞില്ല. പക്ഷേ ഈ മദ്യപാനം നയിച്ചത് അസുഖത്തിലേക്കാണ്. ലിവറിനെ ബാധിക്കാൻ തുടങ്ങി. ലിവറിന് അസുഖം വന്നു തുടങ്ങി. അതിൻ്റെ ബിഗിനിങ് സ്റ്റേജായി. പിന്നെ കാലിന് ഗൗട്ട് എന്ന് പറയുന്ന സിവിയർ ആയിട്ടുള്ള വേദന കൊണ്ട് നമുക്ക് എണീക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു അസുഖം വന്നു. അതിനുശേഷമാണ് സുനിൽ 2017 ഒരു ധ്യാനം കൂടുന്നതും ആ ധ്യാനത്തിൽ മനസാന്തരം വരുന്നതും. എനിക്ക് എൻ്റെ ജീവിതം പങ്കുവയ്ക്കുമ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് 3 കാര്യങ്ങളാണ്. നമ്മുടെ കുടുംബ ജീവിതത്തിൽ
സഹനങ്ങൾ ഒന്ന് കഴിയുമ്പോൾ കടന്നു വരും. നമ്മൾ യേശുവിൻ്റെ മക്കളാണ്, നമ്മൾ വിജാതീയരല്ല. യേശു എന്താണ് നമുക്ക് കാണിച്ചു തന്നത്? സഹനത്തെ എങ്ങനെയാണ് സ്വീകരിച്ചത്? ഗ്രേസ്ഫുള്ളിയാണ് സ്വീകരിച്ചത്. യേശു മുറുമുറുപ്പ് ഉണ്ടായിരുന്നില്ല ഈശോയ്ക്ക്. ഈശോ ആ സഹനത്തെ സ്വീകരിച്ചു. ഈശോ ആ സഹനത്തെ പിതാവിന് സമർപ്പിച്ചു. അത് വലിയ വിടുതലായി മാറി, നമുക്കും ലോകത്തിനും വിടുതലായി മാറി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് 1 കൊറിന്തോസ് 13:7 വചനം പറയുന്നത്, സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സകലത്തെയും അതിജീവിക്കും. സ്നേഹം എന്ന ആ ഒരു വലിയ ശക്തി ആണ് കർത്താവ് നമുക്ക് കുരിശിൽ കാണിച്ചു തന്നത്. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി 1:28 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ദൈവമാണ് കുടുംബത്തെ സ്ഥാപിച്ചത്. ദൈവത്തിന്റെ ഐക്യത്തിലാണ് കർത്താവ് ഓരോ കുടുംബത്തെയും രൂപം കൊടുത്തത്. ഉൽപ്പത്തി 1:27 വചനം പറയുന്നു, ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. അപ്പോൾ കുടുംബം ആരുടെ പ്രതിരൂപമാണ്? ആരുടെ പ്രതിരൂപമാണ് കുടുംബം? ദൈവത്തിൻ്റെ, അല്ലേ? നമ്മുടെ കുടുംബങ്ങൾ ദൈവസ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്ന ഇടങ്ങളായി തീരാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. 1 യോഹന്നാൻ 4:20 വചനം പറയുന്നു, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം. 1 യോഹന്നാൻ 4:20, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നാരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. ഹല്ലേലൂയ. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കില്ല. ചിന്തിച്ചു നോക്കുക, നമ്മുടെ കുടുംബങ്ങളിൽ ഇപ്പോൾ എത്ര പേര് നമ്മുടെ സഹോദരങ്ങളായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളായിട്ട്, അല്ലെങ്കിൽ മക്കളായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മകളിൽ എത്ര പേരോട് നമുക്ക് വെറുപ്പും വിദ്വേഷവും മനസ്സിന് ഇറിറ്റേഷനും നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ചിന്തിച്ചു നോക്കുക, നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കാൻ നമുക്ക് യോഗ്യതയുണ്ടോ? അവരോടെല്ലാം വെറുപ്പും അല്ലെങ്കിൽ അസ്വസ്ഥതയും മനസ്സിൽ വെച്ചുകൊണ്ടാണോ കർത്താവിൻ്റെ മുന്നിലേക്ക് കടന്നു വരുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്ന മനസ്സും സ്നേഹവുമാണ് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വേണ്ടത്. ഞാൻ സുനിലിനെ, എനിക്ക് കല്യാണം കഴിഞ്ഞ് ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം നോക്കുമ്പോൾ 1 വർഷത്തിനോ മേ ബി ഒരു 5 മാസത്തിനുള്ളിൽ ഡൈവോഴ്സ് ചെയ്യാവുന്ന ഒരവസ്ഥയായിരുന്നു എൻ്റെ വിവാഹ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഫിലിപ്പി 2:4 തിരുവചനം പറയുന്നുണ്ട്, മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതുന്ന ദൈവസ്നേഹം. വചനം നമുക്ക് ഓർക്കാം, നമുക്ക് പറയാം, ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. നമുക്കതൊന്ന് റിപ്പീറ്റ് ചെയ്യാം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ നമ്മൾ എത്രത്തോളം തയ്യാറാകുന്നുണ്ട്? അതാണ് ഗലാത്യ 5:6 പറയുന്നത്, സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസ ജീവിതം. മറ്റുള്ളവർക്ക് വേണ്ടി താഴ്ന്നു കൊടുക്കുക. പക്ഷേ അതിനു പകരം നമ്മൾ ഓരോ വിഷയം വരുമ്പോൾ നമ്മുടെ പോയിന്റ്, നമ്മുടെ സ്റ്റാൻഡ് ശക്തമായിട്ട് നിലപാടുകൾ പറയാനാണ് നമ്മൾ ശ്രമിക്കാറ്. അതിനു പകരം മിണ്ടാതിരിക്കാനും, ഈശോയെ പോലെ മിണ്ടാതിരിക്കാനും താഴ്മപ്പെടാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? കുടുംബങ്ങളിൽ സാധിക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ കാലത്ത് അമേരിക്കയിൽ പറയും ഇൻഡിവിജ്വലിസം എന്ന് പറയും, അല്ലെങ്കിൽ സെൽഫ് കെയർ.
അതായത് ഞാൻ മാത്രം, എൻ്റെ എൻ്റെ റൈറ്റ്, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ അവകാശങ്ങൾ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ അവകാശങ്ങൾ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന കാലത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് പല ക്രിസ്തീയ കുടുംബങ്ങളും ആ വിട്ടുകൊടുക്കലിൻ്റെയും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വിശ്വാസ ജീവിതത്തിൽ നിന്ന് നീങ്ങി ഞാൻ എന്നുള്ള ലോകത്തിൻ്റെ വഴിയിലേക്ക് പോയി തകർന്നു പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി 6:22 വചനം പറയുന്നുണ്ട്, ദൈവം കൽപ്പിച്ചതുപോലെ നോഹ പ്രവർത്തിച്ചു. നമുക്ക് പഴയ നിയമത്തിൽ പല കുടുംബങ്ങളെയും ഈശോ കർത്താവിൻ്റെ ആത്മാവ് കാണിച്ചു തരുന്നുണ്ട്. നോഹയുടെ കുടുംബം 2 കാര്യമാണ് ചെയ്തത്. ദൈവത്തെ അനുസരിച്ചു, ദൈവകൽപ്പന പാലിച്ചു. ഇത് രണ്ടും ചെയ്തപ്പോൾ നോഹയുടെ കുടുംബത്തിനെ ദൈവം ജനതകളുടെ ഒരു പിതാവാക്കി നോഹയുടെ കുടുംബത്തെ മാറ്റി. സങ്കീർത്തനം 91:14 വചനം ഇപ്രകാരം പറയുന്നുണ്ട്, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും, അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. എപ്പോഴാണ് കർത്താവ് ഉത്തരമരുളുന്നത്? അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോഴും കർത്താവിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുമ്പോഴും. സുനിലിൻ്റെ ഈ ഒരു അവസ്ഥയിലൂടെ 17 വർഷം കടന്നുപോയപ്പോൾ ഞാൻ 3 മക്കളെയും വിശ്വാസത്തിൽ എൻ്റെ മാതാപിതാക്കളുടെയും സഹായമുണ്ടായിരുന്നു. ആ ഒരു സപ്പോർട്ടോടു കൂടി ഞാൻ കുദാശകളെല്ലാം കൊടുത്തു. അതിനൊത്തിരി എതിർപ്പുണ്ടായി. സുനിലിൻ്റെ കുടുംബത്തിൽ നിന്ന് ഒത്തിരി എതിർപ്പുകൾ, ഒറ്റപ്പെടലുകൾ എല്ലാം സംഭവിച്ചു. പക്ഷേ കുദാശകളെല്ലാം കറക്റ്റ് സമയത്ത് കൊടുത്തു. പറ്റാവുന്ന ദിവസങ്ങളിലെല്ലാം അഡോറേഷന് ഒറ്റയ്ക്ക് പോവും. മലയാളം പള്ളിയിൽ പോകാൻ എനിക്ക് മടിയാണ്, കാരണം അവിടെ എല്ലാം കുടുംബങ്ങളായി വരുന്നു, ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നത് കുഞ്ഞുങ്ങളെയും കൊണ്ട്. അപ്പം എനിക്ക് ഒത്തിരി സങ്കടമാണ്. അപ്പം ഞാൻ ഇംഗ്ലീഷ് പള്ളിയിൽ പോവും, അഡോറേഷന് പോവും, ഈശോയോട് പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് ഏറ്റവും വലിയ, ഈ ലോകത്തിൽ ഏറ്റവും കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് വിശുദ്ധ കുർബാന. നമ്മുടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും, എന്ത് വിഷയമുണ്ടെങ്കിലും നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരിക, വിശുദ്ധ കുർബാനയിൽ അത് സമർപ്പിക്കുക, കർത്താവ് വിശ്വാസത്തോടു കൂടി സമർപ്പിക്കുക, കർത്താവ് നിങ്ങൾക്ക് മറുപടി തരും. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിൽ നമുക്ക് മറ്റൊരു കുടുംബത്തെ കണ്ടുമുട്ടാൻ സാധിക്കും, തോബിത്തിൻ്റെ കുടുംബം. തോബിത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 12-ാം തിരുവചനം തോബിത്ത് പറയുന്നുണ്ട്, ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. തോബിത്ത് മകൻ തോബിയാസിന് ഭൗതിക സ്വത്തുക്കളുടെ കാര്യങ്ങളല്ല പറഞ്ഞു കൊടുത്തത്, പകരം ദൈവചിന്തയും ദൈവഭക്തിയുമാണ് തോബിയാസിന് പറഞ്ഞു കൊടുത്തത്. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 5-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു, മകനെ, ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക, ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ ചെയ്യരുത്. തോബിത്ത് തോബിയാസിന് പറഞ്ഞു കൊടുക്കുന്നത് ഈ ഒരു ദൈവചിന്തയാണ്. മകനെ, ഒന്ന് റിപ്പീറ്റ് ചെയ്യാവോ? മകനെ, ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക, ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്താണ് കൊടുക്കുന്നതെന്നൊന്ന് ചിന്തിക്കുക ഒരു നിമിഷം. നമ്മളെല്ലാ ഫെസിലിറ്റീസും എല്ലാ അമ്യൂണിറ്റീസും കുഞ്ഞുങ്ങൾക്ക് ഒരുക്കി കൊടുക്കും. എന്നാൽ അതിലുപരി നമ്മൾ ഈശോയെ കൊടുക്കുന്നുണ്ടോ? നമ്മൾ ഒരു സാക്ഷ്യ ജീവിതം അവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ വിവാഹങ്ങൾ കാണുമ്പോൾ ഞങ്ങളിവിടെ വന്നത് 1-2 വിവാഹങ്ങൾ കൂടാനാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പം ഞാൻ കേട്ടു, ഒത്തിരി ആർഭാടത്തോടു കൂടി വിവാഹ ജീവിതം കഴിഞ്ഞ് 6 മാസത്തിൻ്റെ ഉള്ളിലൊക്കെ ഡൈവേഴ്സിന് ഫയൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ഇടവകയിൽ തന്നെ ഞങ്ങൾ കേട്ടു. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ദൈവത്തെയാണോ കൊടുക്കുന്നത്, അതോ ഈ ലോകത്തിൻ്റെ
ഈ ലോകത്തിൽ നശിച്ചു പോകാനുള്ള കാര്യങ്ങളാണോ കൊടുത്തിരിക്കുന്നത്? ചിന്തിച്ചു നോക്കുക. നമ്മൾ സാക്ഷ്യജീവിതം നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, നമ്മുടെ അപ്പാപ്പനും അമ്മാമ്മയും അവരെല്ലാം നയിച്ച സാക്ഷ്യജീവിതം കണ്ടതുകൊണ്ടാണ് നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ ഉറച്ചു നിന്നത്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. അവരെ ഓർത്തൊന്ന് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. നമ്മുടെ തലമുറകൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടേണ്ടതിന് അവർക്ക് ദൈവത്തെ കൊടുക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. വചനം വായിക്കാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പം ആ ഗ്രൂപ്പിലേക്ക് കുറച്ച് കുഞ്ഞുങ്ങളെ എനിക്ക് കിട്ടിയുള്ളൂ. ബാക്കി കുഞ്ഞുങ്ങളൊക്കെ എൻഗേജ്ഡ് ആണ്. കാരണം അവർക്ക് ഡാൻസ് പഠിക്കാനുണ്ട്, അവർക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്, അവർക്ക് പല പരിപാടികളുണ്ട്. വചനം വായിക്കാൻ അവർക്ക് ഒഴിവില്ല. ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വന്നാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം, അടുത്ത തലമുറയുടെ ക്രിസ്തീയ ജീവിതം എന്തായിരിക്കും? കുടുംബങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ആ മൂന്നാമതൊരു വ്യക്തി, ക്രിസ്തു എന്ന വ്യക്തി കുടുംബത്തിലില്ലെങ്കിൽ നമ്മുടെ ഇനി വരുന്ന തലമുറകളുടെ കുടുംബജീവിതം എന്തായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അടുത്ത തലമുറയെ ഓർത്ത് അവരെ ഓർത്തുകൊണ്ട് ദൈവത്തെ കൊടുക്കുവാനായിട്ട് നമ്മളേവരും ശ്രമിക്കുക. ഹല്ലേലൂയ. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 8-ാം തിരുവചനം പറയുന്നുണ്ട്, വിശ്വാസം മൂലം അബ്രഹാം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു. എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെയാണ് അവൻ പുറപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ കുടുംബങ്ങൾ ലോകത്തിന്റെ സ്വാധീനത്തിലല്ല നയിക്കപ്പെടേണ്ടത്, ദൈവത്തിലുള്ള വിശ്വാസത്താലാണ്. ഹെബ്രായർ 11:6 വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ഒരു പ്രശ്നം വരുമ്പോൾ നാം ഓർക്കേണ്ടത് കർത്താവിൻ്റെ കൺമുൻപിലൂടെയാണ് നമ്മുടെ ജീവിതം കടന്നു പോകുന്നത്. അപ്പോൾ പൂർണ്ണമായും കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ കുടുംബത്തിലൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മളതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ മനസ്സിലാക്കുക, കർത്താവിൻ്റെ മുന്നിലൂടെയാണ്, കർത്താവിൻ്റെ കൈകളിലൂടെയാണ് നമ്മുടെ എല്ലാം ജീവിതം കടന്നു പോകുന്നത്. എനിക്ക് ഉത്തരമുണ്ടായിരുന്നില്ല എൻ്റെ ജീവിതത്തിൽ. എനിക്കറിയില്ലായിരുന്നു 2017 സുനിൽ മാനസാന്തരം വരുമെന്ന്. നമുക്ക് ആർക്കും അറിയില്ല നമ്മുടെ ഭാവി എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ ഒന്ന് മാത്രമേ നമ്മൾ ചെയ്യണ്ടൂ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. നമ്മുടെ സമയമല്ല, നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തിലാവില്ല കർത്താവ് ഇടപെടുക, കർത്താവിൻ്റെ സമയത്തിലായിരിക്കും ഈശോ ഇടപെടുക. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മറ്റൊരു കുടുംബം പഴയ നിയമത്തിൽ കാണാവുന്നത് റൂത്തിന്റെ പുസ്തകത്തിലാണ്. റൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വചനം പറയുന്നുണ്ട്, നിന്റെ പ്രവർത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും, നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നമുക്കതൊന്ന് റിപ്പീറ്റ് ചെയ്യാം. റൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം തിരുവചനം, നിന്റെ പ്രവർത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും, നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. പ്രിയപ്പെട്ട സഹോദരരെ, നമ്മളെല്ലാവരും, എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള എല്ലാവരും തന്നെ കുടുംബജീവിതത്തിലായിരിക്കുന്നവരാണ്, കുറച്ച് പേരൊഴിച്ച്. നമ്മളെല്ലാവരും ആ കുടുംബജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണെങ്കിൽ അത് വിശ്വസ്തയോടുകൂടി അവസാനം വരെ പൂർത്തിയാക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ആ വിവാഹം എന്ന കൂദാശയിൽ നമുക്ക് ലഭിക്കുന്നു. ഇപ്പോഴത്തെ തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് മറന്നു പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ മറന്നു പോകുന്നതാണോ എന്നറിയില്ല, അവരെ അത് ബോധ്യപ്പെടുത്താത്തത് കൊണ്ടാണോ എന്നറിയില്ല, അവർക്ക് ആ ബോധ്യമില്ല. വിവാഹം എന്നത് കൂദാശയാണ്. കുടുംബജീവിതം എന്നത് ദൈവത്തിൻ്റെ കൂദാശയിൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. അതിനെ ആ പരിഭാവനതയോടുകൂടി ഒരു ആത്മാവ്, രണ്ടുപേരും, ഇപ്പം എൻ്റെ ജീവിത പങ്കാളിയുടെ ആത്മാവിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ്.
എൻ്റെ ആത്മാവിൻ്റെ ഉത്തരവാദിത്തം സുനിലിനാണ്. അങ്ങനെയുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിലാണ് ഓരോ വിവാഹ ജീവിതവും മുന്നോട്ട് പോകേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കരുണയാൽ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ വിശ്വാസത്തിൽ ഞാൻ ഉറച്ചു നിന്നു. എൻ്റെ മക്കൾക്കെല്ലാം ഞാൻ കുദാശകളെല്ലാം കൊടുത്തു. അതിനൊത്തിരി സുനിൽ അതിൽ പങ്കെടുക്കാതെയൊക്കെ ഇരുന്നു. കാരണം സ്ഥൈര്യലേപനം എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പം അതൊക്കെ ഒത്തിരി പ്രതിസന്ധിയിലൂടെയാണ് ആ സമയത്തെല്ലാം കടന്നുപോയത്. പക്ഷേ ഈശോ എന്നെ നയിച്ചത് വിശുദ്ധ കുർബാനയിലൂടെയും അഡോറേഷനിലൂടെയുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് 4:8 വചനം പറയുന്നു, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. നമുക്കതൊന്ന് റിപ്പീറ്റ് ചെയ്യാം. യാക്കോബ് 4:8, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ഒത്തിരി പല പ്രയാസങ്ങളിലൂടെയും പലരും കടന്നു പോകുന്നുണ്ടാവും. പക്ഷെ നമ്മളെല്ലാവരും ഏറ്റവും ഭാഗ്യം ചെയ്തവരാണ്. നമ്മെപ്പോലെ ഭാഗ്യം ചെയ്തവർ വേറെ ആരുമില്ല. കാരണം നമുക്കുള്ള ഏറ്റവും വലിയ സമ്മാനമാണ് കർത്താവ് തന്നത് വിശുദ്ധ കുർബാന. ഞാൻ ഒരു വിശുദ്ധ കുർബാനയും കരയാതെ അവസാനിപ്പിച്ചിട്ടില്ല. പക്ഷേ ബോധ്യമുണ്ടായിരുന്നു, ഈശോ ഇവിടെ എഴുന്നള്ളിയിരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈശോ കേൾക്കും. ഈശോ കർത്താവ് കേൾക്കുന്നവനാണ്. മത്തായി 11:28 വചനം കർത്താവ് പറയുന്നു, കർത്താവ് നമുക്ക് വാഗ്ദാനം തരുന്നു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഓരോ കുർബാനയും കഴിയുമ്പോൾ ഏറ്റവും ശക്തിയോടുകൂടി, ജീവിതത്തെ പ്രത്യാശയോടുകൂടി, ആരുമില്ലെങ്കിലും, എനിക്ക് അവിടെ US ആരും കുടുംബമായിട്ട് ആരുമില്ലായിരുന്നു, സപ്പോർട്ടിന് ആരും ഉണ്ടായിരുന്നില്ല, ഷെയർ ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഓരോ കുർബാനയും കഴിയുമ്പോൾ ഏറ്റവും പ്രത്യാശയോടുകൂടി കുടുംബജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി എന്നെ ഈശോയുടെ ആത്മാവ് സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി 35 തിരുവചനം പറയുന്നുണ്ട്, എൻ്റെ കഷ്ടപ്പാടിൽ എൻ്റെ പ്രാർത്ഥന ചെവി കൊണ്ടവനും ഞാൻ പോയിടത്തെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നവനുമായ ദൈവത്തിന് ഞാൻ അവിടെ ഒരു ബലിപീഠം പണിയും. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമുക്ക് കാണിച്ചു തരുന്നത് ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുന്ന ജീവിതത്തെയാണ്. നമ്മൾ പുതിയ ഇസ്രായേലാണെന്ന് സഭ പഠിപ്പിക്കുന്നു. അപ്പോൾ പുതിയ ഇസ്രായേലായ നമ്മളെല്ലാവരും നമ്മുടെ കുടുംബങ്ങളെ എന്തിനോട് ചേർത്ത് നിർത്തണം? വിശുദ്ധ ബലിയോട് ചേർത്ത് നിർക്കണം. വിശുദ്ധ കുർബാനയോട് ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക. അപ്പോസ്തല പ്രവർത്തനം 16:31 തിരുവചനം പറയുന്നുണ്ട്, പൗലോസ്ലിഹ കാവൽക്കാരൻ്റെ കുടുംബത്തോട് പറയുന്നുണ്ട്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. രക്ഷ ഒരു വഴിയേ ഉള്ളൂ, ഓൺലി വൺ വേ ഔട്ട്. രക്ഷ പ്രാപിക്കുന്നത് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നമ്മൾ പല വഴികളും നോക്കും, നമ്മൾ മാനുഷികമായി പല വഴികളും നോക്കും. പക്ഷേ ആ വഴികളൊന്നും ശാശ്വതമായ പരിഹാരമല്ല എന്ന് ഞാൻ ഹൃദയത്തിൽ ഉറച്ചുകൊണ്ട് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചത്, കർത്താവിൻ്റെ ആത്മാവ് പഠിപ്പിച്ചത്, ഒരു വഴിയേ ഉള്ളൂ, യേശു ക്രിസ്തു എന്ന വഴി. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവർത്തനം 16:34 തിരുവചനം പറയുന്നുണ്ട്, ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യന്തം സന്തോഷിച്ചു. നമുക്കൊന്ന് ഏറ്റു പറയാം, ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യന്തം ആനന്ദിച്ചു. ഞങ്ങള് 2013 USA ഷിക്കാഗോന്ന് ടെക്സസിന് മൂവ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഒരു സാധാരണ കുടുംബമായിരുന്നു. 17 സുനിൽ മാനസാന്തരം വരുന്നത്. ഞങ്ങളെ ഈശോ ഇതാണ് പറയുന്നത്, നമുക്കറിയില്ല നമ്മുടെ ഭാവി എന്താണെന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ പ്രതിസന്ധിയിലായിരിക്കാം, ചിലപ്പോൾ നമ്മളെ കർത്താവ് അതിൽ നിന്ന് കരകയറ്റിയിരിക്കാം. പക്ഷേ കർത്താവിൻ്റെ പദ്ധതി എന്താണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക, ദൈവം അത് വെളിപ്പെടുത്തി തരും. കാരണം ഓരോ കുടുംബത്തെയും വിളിച്ചിരിക്കുന്നത് സാക്ഷ്യം നൽകാനായിട്ടാണ്.
അപ്പം 2013 ഞങ്ങൾ ഷിക്കാഗോയിൽ നിന്ന് ടെക്സസിന് വന്നപ്പോൾ ഒരു സാധാരണ കുടുംബമായിരുന്ന ഞങ്ങളെ 2017 മാനസാന്തരത്തിന് ശേഷം ഞങ്ങളൊരു സ്ഥലം കണ്ടു. 70 ഏക്കർ സ്ഥലം ടെക്സസിൽ, ഈസ്റ്റ് ടെക്സസിലെ 70 ഏക്കർ സ്ഥലം. അപ്പോഴും ഞങ്ങൾക്കൊരു രൂപമില്ല. എന്തിലേക്കാണ് ഇത് നയിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. ആ സ്ഥലം ഒരു പ്രേരണ കിട്ടി, സുനിൽ മേടിച്ചു. അത് അത്രയും നാള് ആരും മേടിക്കാണ്ട് കിടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഞങ്ങൾ മേടിച്ചു കഴിഞ്ഞപ്പോൾ അതിന് ഒത്തിരി ഓഫർ വന്നു അവിടെ, ആ ഒരു സ്ഥലം മേടിക്കാനായിട്ട്. പക്ഷെ ഞങ്ങളത് മേടിച്ചു. അത് മേടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം ചെയ്തത് വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. കർത്താവേ, എന്താണ് ഇതുകൊണ്ട് കർത്താവെ നീ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾക്ക് സുനില് മാനസാന്തരം വന്നതിന് ശേഷം 2017 3 ബാറും സുനിൽ കൊടുത്തു. 3 ബാറും കൊടുത്തു, ഷിക്കാഗോയിലുള്ള ബാറ് കൊടുത്തു. ആ പൈസയെല്ലാം ഞങ്ങൾ ഉപയോഗിച്ചില്ല, അത് കാരുണ്യ പ്രവർത്തികൾക്ക് വേണ്ടി ഉപയോഗിച്ചു. പക്ഷേ ഇനി എന്ത്? ഞങ്ങൾക്ക് കർത്താവിന് വേണ്ടി ജീവിക്കണം, പക്ഷെ എങ്ങനെ? അതറിയില്ല. ഈശോനോട് ചോദിച്ചു. അപ്പോൾ കർത്താവ് കുർബാനയിൽ പറഞ്ഞു തന്നത്, ഇതെൻ്റെ സ്ഥലമാണ്, നിങ്ങൾ ഈ സ്ഥലത്തിൻ്റെ കെയർ ടേക്കേഴ്സാണ്, ഇത് കർത്താവിൻ്റെ സ്ഥലമാണ്, ഇതിൻ്റെ കെയർ ടേക്കേഴ്സാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു രൂപം കിട്ടി. പേരും പറഞ്ഞു തന്നു. ഈശോ വിശുദ്ധ കുർബാനയിൽ പേരും പറഞ്ഞു തന്നു, ഗ്രേസ് ഓഫ് ഹെവൻ, സ്വർഗത്തിൽ നിന്നുള്ള ഒരു ദാനം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ആ ഗ്രേസ് ഓഫ് ഹെവൻ ലേ മിഷൻ റിട്രീറ്റ് സെൻറ്റർ ഞങ്ങൾ ഈസ്റ്റ് ടെക്സസിൽ ടൈലർ ഡയസിസിൻ്റെ കീഴിൽ ഞങ്ങൾ തുടങ്ങി. നിങ്ങളെപ്പോലെയുള്ള ഒരു സാധാരണ കുടുംബമായിരുന്നു ഞങ്ങളുടെയും. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് അമേരിക്കയിൽ ഒത്തിരി പണക്കാരുണ്ട്, നമുക്കെല്ലാം അറിയാം, ഒത്തിരി പണക്കാരായ മലയാളികളുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഒരു സാധാരണ കുടുംബമായ ഞങ്ങളെ കർത്താവ് തിരഞ്ഞെടുത്തു? അതിന് കാരണമുണ്ട്. കാരണം ഈശോയ്ക്ക് വേണ്ടി നിൽക്കാനുള്ള മനസ്സ് ഈശോയുടെ മുന്നിൽ ഞങ്ങൾ സമർപ്പിച്ചു. ഈശോയെ, ഒരു പാട്ടുണ്ട്, ഹിയർ ഐ ആം ലോർഡ്. അതായത് ഹിയർ ഐ ആം ലോർഡ് ജെറമിയ പറയുന്നുണ്ട്, ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, കർത്താവേ ഇതാ ഞാൻ, എന്നെ അയച്ചാലും, വചനം പറയുന്നുണ്ടല്ലോ. അതുപോലെ ഞങ്ങൾ നിന്നുകൊടുത്തു. ഈശോയെ, എന്താണെന്ന് വെച്ചാൽ നീ പ്രവർത്തിക്കുക. ഇന്ന് ആ സെൻറ്റർ 2020 ആ സെൻറ്റർ തുടങ്ങിയത്. 4 വർഷം പൂർത്തിയാക്കി, 5 വർഷം പൂർത്തിയാക്കി. അവിടെ ഒത്തിരി മനുഷ്യർ കരഞ്ഞു വരുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ അവരെല്ലാവരും ഈശോയുടെ സമാധാനം കിട്ടി സന്തോഷിച്ചിട്ട് അവിടെ നിന്ന് കടന്നു പോകുന്നതും കാണുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഒത്തിരി ആഫ്രിക്കൻ അമേരിക്കൻസ് വിശ്വാസമില്ലാത്ത, ദൈവവചനം ലഭിക്കാൻ ആഗ്രഹിച്ച് അമേരിക്കയുടെ പല ഭാഗത്തുനിന്ന്, ആഫ്രിക്കയിൽ നിന്ന് ഒക്കെ റിട്രീറ്റ് സെൻറ്ററിൽ നമ്മൾ അത് അറേഞ്ച് ചെയ്യുമ്പോൾ അവർ കടന്നു വരും. 10, 200, 300 മനുഷ്യർ വന്ന് യേശുവിൻ്റെ വചനം സ്വീകരിച്ച് അവിടെ നിന്ന് കടന്നു പോകും. ഒരു 5 വർഷത്തിനിടയ്ക്ക് ഹിസ്പാനിക് കമ്മ്യൂണിറ്റി, ഒരുപാട് സ്പാനിഷ് കമ്മ്യൂണിറ്റി, ഒരുപാട് കുടുംബങ്ങൾ, ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റി, മലയാളികൾ, ഒത്തിരി പേര് ഈശോയുടെ വചനം സ്വീകരിച്ച് ആ സ്ഥലത്തു നിന്ന് സന്തോഷത്തോടു കൂടി കടന്നുപോയി. പ്രൈസ് ദ ലോർഡ്. ആ സ്ഥലം മേടിക്കാനായിട്ട് ഒരു വീടിൻ്റെ പൈസയാണ് ഞങ്ങൾക്ക് ആയത്. അതിനുള്ള പൈസയെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. കാരണം സുനിൽ ബാറെല്ലാം വിറ്റ് അതെല്ലാം ഡിസ്പോസ് ചെയ്തുകൊണ്ട്. പക്ഷേ കർത്താവ് അത്ഭുതകരമായിട്ട് ആ സ്ഥലത്തെ ബാങ്കിൻ്റെ പ്രസിഡൻറ്റ് ഞങ്ങളെ വിളിച്ച് ഞങ്ങൾക്ക് ലോൺ തന്നു. ആ മനുഷ്യൻ തന്നെ ഒരു വൈറ്റ് മനുഷ്യനാണ്. പുള്ളിക്കാരൻ തന്നെ ഞങ്ങൾക്കൊരു മലയാളി അച്ഛൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു. അപ്പം ഈശോ ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് അതിനു വേണ്ടി ഓരോരുത്തരെയും ഒരുക്കി നിർത്തും. പ്രൈസ് ദ ലോർഡ്. വചനത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്.
കർത്താവ് നമ്മളെ വിളിച്ചിട്ടുണ്ട്. ആ കർത്താവ് വിശ്വസ്തനാണ്. ഒന്ന് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ, നിന്നു കൊടുക്കുക, മനസ്സുണ്ടാകുക. അപ്പം ഒരുപാട് പൈസ ഇപ്പം എൻ്റെയും സുനിലിൻ്റെയും ഒരു ഞങ്ങളുടെ കുടുംബ മിനിസ്ട്രിയാണത്. അപ്പം ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2-3 തലമുറകൾക്കുള്ള ഏണിങ്സ് ഞങ്ങൾക്ക് ഉണ്ടാക്കാം. ഞങ്ങളുടെ തലമുറകൾക്ക് വേണമെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. പക്ഷേ ഞങ്ങളത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് സ്വർഗരാജ്യത്തിന് വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് മനുഷ്യരെ സുനിലിൻ്റെ ബാറിൽ നിന്ന് കള്ളു കുടിച്ച് കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് ആത്മാക്കളെ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുന്ന സന്തോഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 15-ാം തിരുവചനം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ വചനം ഇപ്രകാരമാണ് പറയുന്നത്: ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. എനിക്കിത് പറയാൻ ഒരു പ്രേരണ തോന്നിയത്, ഇന്നലെ ഞാൻ എൻ്റെ ഫ്രണ്ട് USA നിന്ന് വിളിച്ചു. ആ ഫ്രണ്ട് പറഞ്ഞു, പ്രിയ, എനിക്ക് എൻ്റെ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഒരുപാട് മദ്യപാനത്തിന് അടിമയാണ്. അപ്പം ആ ചേട്ടന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയായിരുന്നു, പ്രാർത്ഥനയിലുണ്ടായിരുന്ന ചേട്ടൻ തന്നെയായിരുന്നു. അപ്പം പറഞ്ഞു, ഇപ്പോൾ ഒരു പുതിയ വിഷയമുണ്ട്. 2 ദിവസം മുമ്പ് ആ ചേട്ടൻ്റെ ഫോണിൽ വേറെ ഏതോ സ്ത്രീയായിട്ടുള്ള സംസാരം, ചാറ്റ്, അത് മകൻ കണ്ടുപിടിച്ചു. നമ്മുടെ പല കുടുംബങ്ങളുടെയും അവസ്ഥ ഇതാണ്. വചനം ഇപ്രകാരം പറയുന്നത്: ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. നമുക്കതൊന്ന് ഏറ്റു പറയാം. യാക്കോബ് 1:15. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. നമുക്ക് ചുറ്റും കാണുന്ന ഈ ഡൈവോഴ്സുകളുടെയൊക്കെ ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് ഈ യാക്കോബ് 1:15 സഹോദരങ്ങളെ, നമ്മുടെ പല കുടുംബങ്ങളുടെയും അവസ്ഥ ശാരീരികമായ മരണമല്ല, പരസ്പരമുള്ള സ്നേഹം മരിച്ച്, ആധ്യാത്മികമായി മരിച്ച്, വിശ്വാസത്തിൽ മരിച്ച് നമ്മളിങ്ങനെ ജീവിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളുടെ അവസ്ഥ നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക, പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, എൻ്റെ കുടുംബത്തിൽ എന്തൊക്കെ അവസ്ഥ, എൻ്റെ കുടുംബം ഏതൊരവസ്ഥയിലാണ് കടന്നു പോകുന്നത്, ഏതൊക്കെ രീതിയിലാണ് ഞങ്ങളുടെ കുടുംബം മരിച്ച് ജീവിക്കുന്നത്? ആധ്യാത്മികമായിട്ടാണോ ഞങ്ങൾ മരിച്ച് ജീവിക്കുന്നത്? അതോ പരസ്പരമുള്ള സ്നേഹത്തിലാണോ ഞങ്ങൾ മരിച്ച് ജീവിക്കുന്നത്? അതോ വിശ്വാസത്തിലും മരിച്ച് ജീവിക്കുന്നതാണോ? പരിശുദ്ധാത്മാവിനോട് നമുക്ക് ചോദിക്കാം. സകല കുടുംബങ്ങൾക്കുമുള്ള മാധ്യസ്ഥവും മാതൃകയുമാണ് നസ്രസിലെ തിരുക്കുടുംബം. പരിശുദ്ധ അമ്മയുടെ, അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ കുടുംബത്തിൻ്റെ അമ്മ, പരിശുദ്ധ അമ്മയുടെ പുണ്യം, ഹൃദയത്തിൻ്റെ പുണ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ പുസ്തകത്തിൽ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൻ്റെ പുണ്യങ്ങൾ വിവരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ പുണ്യത്തിലൊന്നാണ് സ്വന്തം താല്പര്യത്തേക്കാൾ ദൈവത്തിൻ്റെ മനസ്സും മറ്റുള്ളവരുടെ താല്പര്യവും പരിശുദ്ധ അമ്മ പരിഗണിക്കുന്നു. ഫിലിപ്പി 2:4 പറയുന്നു, ഞാൻ മുൻപ് പറഞ്ഞു, ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. നമ്മൾ അങ്ങനൊരു മനോഭാവം നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും, ഭാര്യ ഭർത്താവിന് വേണ്ടിയും ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയും എടുത്താലേ നമ്മുടെ കുടുംബം സ്വർഗത്തെ പോലെ ആകില്ലേ? പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ അമ്മ അങ്ങനെ ആ ഒരു മാതൃകയാണ് പരിശുദ്ധ അമ്മയും വിശുദ്ധ യൗസേപ്പിതാവും തങ്ങളുടെ ത്യാഗ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നത്. അവരുടെ മറ്റൊരു മാതൃകയായിരുന്നു സജീവമായ വിശ്വാസം. കർത്താവിൻ്റെ മുന്നിൽ ചോദ്യമില്ലാതെ ഈശോയുടെ വിശ്വസിച്ചുകൊണ്ട്, പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് നയിക്കപ്പെട്ടത്. എങ്ങനെയാണ് അവർ നയിക്കപ്പെട്ടത്? വിശ്വാസത്താൽ. നമ്മളെല്ലാം കണ്ടുബോധിച്ചതിന് ശേഷമേ വിശ്വസിക്കുകയുള്ളൂ. പക്ഷെ കാണാതെ വിശ്വസിച്ചവളാണ് ഭാഗ്യവതി, പരിശുദ്ധ അമ്മ. പ്രൈസ് ദി ലോർഡ്. കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളിൽ പ്രതീക്ഷയോടെ
നമ്മൾ ഗീവപ്പ് ചെയ്യാതെ പോകാൻ ഈ സജീവ വിശ്വാസം മാത്രമേ നമ്മെ സഹായിക്കുകയുള്ളൂ. ദൈവം എല്ലാം അറിയുന്നു എന്നുള്ള ആ ബോധ്യത്തിൽ ജീവിക്കുക. തിരുക്കുടുംബത്തിലെ അപ്പനും അമ്മയുമായ പരിശുദ്ധ അമ്മയും ഔസേപിതാവും എനിക്ക് തോന്നുന്നത് വചനത്തിൽ ഏറ്റവും കുറവ് സംസാരിച്ച വ്യക്തികളായിരിക്കും. പക്ഷേ അവരായിരിക്കും കർത്താവിൻ്റെ പദ്ധതി ഏറ്റവും കൂടുതൽ നന്നായി നടപ്പിലാക്കിയവർ. കാരണം അവരെ എപ്പോഴും ദൈവവുമായിട്ടായിരുന്നു സമ്പർക്കം. അവർ കലപില വയ്ക്കുകയല്ലായിരുന്നു, അവർ സംസാരിക്കുന്നില്ല, അവർ സംസാരിക്കുന്നത് മുഴുവൻ ദൈവത്തോടായിരുന്നു. അപ്പോൾ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവിക ചിന്തയിൽ നമ്മൾ നിറയപ്പെടും, ദൈവിക ജ്ഞാനത്തിൽ നമ്മൾ നയിക്കപ്പെടും. നമ്മളത് അറിയില്ല, പക്ഷേ നമ്മളറിയാതെ നമ്മളെ കർത്താവിൻ്റെ ആത്മാവ് നയിക്കും. പക്ഷെ അതിൽ കൂടുതൽ ഈ ലോകത്തിൻ്റെ ശബ്ദത്തിലേക്ക് പോകാനാണ് നമുക്ക് കൂടുതലും പ്രേരണ. ലൂക്ക 2:19 വചനം പറയുന്നുണ്ട്, മറിയമാവട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധ അമ്മയും വിശുദ്ധ ഔസേപിതാവും ഏറ്റവും കുറവ് സംസാരിച്ചവരാണ്. പക്ഷേ അവരായിരുന്നു ഏറ്റവും കൂടുതൽ ദൈവത്തെ അനുസരിച്ചതും ദൈവത്തിൻ്റെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തതും. പ്രൈസ് ദി ലോർഡ്. ലൂക്ക 2:51 വചനം പറയുന്നുണ്ട്, അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. നമുക്കറിയാം, നമ്മുടെ അപ്പാപ്പന്മാരും അമ്മാമ്മമാരും ഒന്നും അധികം കുടുംബങ്ങളിലൊന്നും സംസാരിച്ച് കാണില്ല. അവരെല്ലാവരും പ്രവർത്തിച്ചും പ്രാർത്ഥിച്ചും കാണിച്ചു തന്നവരാണ്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. എനിക്ക് എൻ്റെ അമ്മയുടെ അമ്മേനെ ഓർമ്മ വരുന്നത്, ആ അമ്മ അധികം സംസാരിക്കൊന്നുമില്ല, പക്ഷെ എപ്പോഴും ചുണ്ടുകൾ അനങ്ങിക്കൊണ്ടിരിക്കും. എന്താ വെച്ചാൽ നിരന്തരം കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആ അമ്മ അധികം സംസാരിക്കില്ല, പക്ഷേ ഏറ്റവും ത്യാഗമെടുത്ത് ജീവിച്ച ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ കുടുംബത്തിലും അങ്ങനെ അനേകം അമ്മമാരുണ്ടായിരിക്കണം, അപ്പന്മാരുണ്ടായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 34:5 പറയുന്നു, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. നമുക്കതൊന്ന് ഏറ്റു പറയാം. സങ്കീർത്തനം 34:5, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. നമ്മുടെ മുൻ തലമുറ ദൈവത്തെ നോക്കിയാണ് ജീവിച്ച് കുടുംബജീവിതം നയിച്ചത്. പ്രൈസ് ദി ലോർഡ്. അവരുടെ പ്രാർത്ഥനാ ജീവിതമാണ് നമ്മളെ ഈ ഒരു അവസ്ഥയിലെത്തിച്ച്, ഈ ഒരു നിമിഷത്തിൽ ഈ നമ്മുടെ ക്രിസ്തീയ വിശ്വാസം കാത്തുകൊണ്ട് ഇതുവരെ എത്തിച്ചത്. പ്രൈസ് ദി ലോർഡ്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ക്രിസ്തീയ ജീവിതം ശുശ്രൂഷയുടെ ജീവിതമാണെന്ന്. സ്വയം പരിത്യജിച്ചുകൊണ്ടാണ് ശുശ്രൂഷയുടെ ജീവിതം. സഹോദരൻ, നമ്മളെ ഇങ്ങനെ ജീവിച്ചാൽ പോരാ. നമ്മൾ ഉണ്ടും ഉറങ്ങിയും കല്യാണം നടത്തിയും കല്യാണം കെട്ടിച്ചും മാമോദീസയ്ക്ക് പോയും കുർബാനയ്ക്കുള്ളപ്പാടിന് പോയും ജീവിച്ചാൽ പോരാ. നമ്മളെല്ലാവരും സാക്ഷ്യ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഈശോ വിളിച്ചിരിക്കുന്നത്. ഓരോ ക്രിസ്തീയ കുടുംബ ജീവിതം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ അവസരമാണ്. പ്രൈസ് ദി ലോർഡ്. അതെങ്ങനെ ജീവിക്കാനാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്? യോഹന്നാൻ 12:24 തിരുവചനം പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേ പടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ അവരെ കണ്ടുകൊണ്ട്, അവരുടെ സന്തോഷം കണ്ടുകൊണ്ടാണ് അനേകം മക്കള് യേശുവിനെ സ്വീകരിച്ചത്. നമ്മളെ കണ്ടുകൊണ്ട് ആരെങ്കിലും യേശുവിനെ സ്വീകരിക്കുമോ? നമ്മുടെ കുടുംബങ്ങളെ കണ്ടുകൊണ്ട് ആരെങ്കിലും യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുമോ? ചിന്തിച്ചു നോക്കുക. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ ഒരു നമ്മൾ അഴിയണം. മറ്റുള്ളവർക്ക് വേണ്ടി അഴിയുമ്പോഴാണ് ഫലം പുറപ്പെടുവിക്കുന്നത്. ഇത് ഡീകേ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ഡീകേ അഴിയണമെങ്കിൽ നമ്മൾ എളിമപ്പെടണം. നമ്മുടെ ഈഗോകൾ മാറ്റിവെക്കണം. നമുക്ക് സംസാരിക്കാൻ വരുമ്പോൾ നമ്മൾ സംസാരിക്കാതിരിക്കണം. നമ്മുടെ പോയിന്റുകൾ പ്രഖ്യാപിക്കുന്നതിന് പകരം നമ്മൾ മിണ്ടാതിരിക്കണം. അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടിയേ തീരൂ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എനിക്ക് ഈ പ്രാർത്ഥന ഒത്തിരി ഇഷ്ടമാണ്. സെയിൻറ്റ് ഫ്രാൻസിസിൻ്റെ പ്രാർത്ഥന. അതൊന്ന് നമുക്ക് ഏറ്റുചൊല്ലാം. ഓ ദിവ്യനാഥ,
ഓ ദിവ്യനാഥ, ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുന്നതിനും മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും എനിക്കിടയാക്കണമേ. നമ്മളെല്ലാം ഇങ്ങോട്ട് കിട്ടണം. നമ്മളെല്ലാവരും ടേക്കേഴ്സ് ആണ്. നമുക്കെല്ലാം ഇങ്ങോട്ട് കിട്ടണം. നമ്മൾ ഒരിക്കലും ഗിവേഴ്സ് ആവുന്നില്ല. എന്നാൽ ഈശോ നേരെ ഓപ്പോസിറ്റാണ് കാണിച്ചു തരുന്നത്. ഈശോ ഗേവ് എവറിത്തിങ് ഓൺ ദ ക്രോസ്. പ്രൈസ് ദ ലോർഡ്. എല്ലാം കൊടുക്കുകയാണ് ചെയ്തത്. തൻ്റെ ജീവനും ദേഹവും എല്ലാം കൊടുത്ത്, മനുഷ്യനായി പിറന്ന് എല്ലാം കൊടുത്ത് സ്നേഹം മാത്രം കാണിച്ചു തന്ന ഈശോയാണോ നമ്മൾ ഫോളോ ചെയ്യുന്നത്? നമ്മളെല്ലാവരും ഈശോയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മളത് പ്രാവർത്തികമാക്കുന്നുണ്ടോ? സ്നേഹത്തിൽ നിരതമായ, പ്രവർത്തന നിരതമായ വിശ്വാസ ജീവിതം നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടോ? പ്രൈസ് ദ ലോർഡ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പുണ്യാളനാണ് സെയിൻറ്റ് ഫ്രാൻസിസ് ഓഫ് അസീസി. ഞങ്ങൾ ഈ അടുത്ത് അസീസിയിൽ പോയിരുന്നു. ആ ഫ്രാൻസിസ് അസീസി പുണ്യാളൻ ഓരോ സഹനാനുഭവവും, ഓരോ പരീക്ഷണവും, ഓരോ വേദനയും ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. ഒരു സഹനം വന്നപ്പോൾ ഈശോയെ നന്ദി, ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് ഫ്രാൻസിസ് അസീസി. അവസാനം കാഴ്ച നഷ്ടപ്പെട്ടു, അപ്പോഴും സന്തോഷം. അതുപോലെ മൗണ്ട് വെർണയിൽ വെച്ച് ഈശോയുടെ 5 തിരുമുറിപ്പാടുകൾ കിട്ടി, അപ്പോഴും സന്തോഷം. എപ്പോഴും യേശുവിൽ സന്തോഷമായിരിക്കുക. അത് പൗലോസ്ലീഹ നമ്മളോട് വചനത്തിൽ പറയുന്നുണ്ട്. 1 കൊറിന്തോസ് റോമക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 12-ാം തിരുവചനം. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. നമുക്കതൊന്ന് റിപ്പീറ്റ് ചെയ്യാം. റോമ 12:12. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. സഹോദരൻ, നമ്മുടെ പ്രത്യാശ എന്താണ്? സങ്കീർത്തനം 56:8 വചനം പറയുന്നു, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ട്. അതാണ് നമ്മുടെ പ്രത്യാശ. എല്ലാം അറിയുന്ന ദൈവം. സങ്കീർത്തനം 139. ആ ഒരു പ്രത്യാശയിൽ ജീവിക്കാനാണ് സഹോദരരെ നമ്മുടെ ഓരോ കുടുംബങ്ങളെയും വിളിക്കപ്പെട്ടത്. അതല്ലാതെ നിരാശയിലും സങ്കടത്തിലും മുറുമുറുപ്പിലും ജീവിക്കാതെ പ്രത്യാശയിൽ ജീവിച്ചുകൊണ്ട് യേശുവിൻ്റെ സാക്ഷ്യ ജീവിതം മറ്റുള്ളവർക്ക് കാണിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടത്. അതിനുവേണ്ടി നമുക്ക് ദൈവിക ജ്ഞാനത്തിൽ വളരാൻ ശ്രമിക്കാം. ജ്ഞാനം 9:17 പറയുന്നു, അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? കർത്താവിൻ്റെ ഹിതം അറിയണമെങ്കിൽ കർത്താവിൻ്റെ ജ്ഞാനം കൂടിയേ തീരൂ. തിരുക്കുടുംബത്തെ പോലെ ദൈവിക ജ്ഞാനത്തിൽ മക്കളെയും കുടുംബത്തെയും നയിക്കപ്പെടാൻ നമ്മൾക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ പല സമാധാനമില്ലാത്ത അവസരങ്ങൾ ഉണ്ടാകുന്നത് നാവ് കൊണ്ട് ചെയ്യുന്ന പാപമാണ്. യാക്കോബ് 3:6 വചനം പറയുന്നുണ്ട്, നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിൽ ഒന്നായി അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു. എനിക്ക് തോന്നുന്നു അത് ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്കായിരിക്കും അത് കൂടുതൽ അനുയോജ്യം. ആ വചനം യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 3-ാം അധ്യായം 6-ാം തിരുവചനം. നാവ് കൊണ്ടുള്ള പാപം കൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ ഒത്തിരി തകരുന്നുണ്ട്. അതിനുവേണ്ടി ആ ഒരു ദൈവിക ചിന്തകൾക്കനുസരിച്ച് ജ്ഞാനം 7:15 വചനം പറയുന്നത് പോലെ വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാനും ദൈവം നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ കുടുംബം നസ്രസിലെ കുടുംബം പോലെയാകാനായിട്ട് ശ്രമിക്കാം.